ഹലോ ഗൈസ്, നമ്മളിപ്പോ എവിടെയാ പോണേ? നമ്മളിപ്പം എവിടെ പോണെന്ന് വെച്ചാൽ മൊഹറക്ക് ലുലുവിൽ എന്തോ ഓഫർ കാണിച്ചു. ലുലുവിലാണ് പോണത്. അപ്പോൾ ഒരു കുഞ്ഞു ഷോപ്പിങ്ങിനാണ് പോണത്. അപ്പോൾ പോകുമ്പോഴത്തെ വിശേഷങ്ങളൊക്കെ പറയാം. വണ്ടിയിൽ എണ്ണ കുറവാണെന്ന് പറഞ്ഞ് പെട്രോൾ പമ്പ് കയറിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് എണ്ണയൊക്കെ അടിച്ചാണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ എപ്പോൾ പോകുമ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ശുദ്ധജല സംഭരണിയാണെന്നാണ്, കടലിൽ നിന്ന് വെള്ളമൊക്കെ ശുദ്ധീകരിച്ച് വെച്ചിരിക്കുകയാണെന്നാണ്. പക്ഷേ ഇന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ക്രൂഡ് ഓയിലിൻ്റെ സംഭവമാണെന്ന്. അപ്പോൾ ആ ഒരു അറിവ് എനിക്ക് കിട്ടി. പിന്നെ ഈന്തപ്പഴമൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ മുഹറക്കിൽ എത്തിയിട്ടുണ്ട്. ലുലുവിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കട്ടെ. ഓഫറുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സാധനങ്ങൾ എന്തായാലും വാങ്ങിക്കണം. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് കൂപ്പണും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് എന്താ ഗോൾഡ് കോയിനൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. ബില്ല് നമ്പറൊക്കെ അവിടെ അവർ വാങ്ങി വെക്കും. പിന്നെ നമ്മൾ വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ന്യൂഗറ്റ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതൊക്കെ എടുത്ത് പിന്നെ എനിക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ അത് വാങ്ങിക്കണം എന്ന് തോന്നി. അപ്പോൾ സ്നിക്കേഴ്സിൻ്റെ ഐസ്ക്രീമാണ് ഫസ്റ്റ് തന്നെ എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഗാലക്സീൻ്റെ കോൺ ഇരിക്കുന്നുണ്ട് താഴെ, അത് മതിയെന്ന്. പിന്നെ അത് എടുക്കാൻ പോയപ്പോഴാണ് എൻ്റെ കണ്ണിൽ വേറൊരു സംഭവം പെട്ടത്. ഗാലക്സീൻ്റെ തന്നെ ഈ ഐസ് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ എനിക്ക് അത് മതിയെന്ന് പറഞ്ഞു. ഇനി മാറ്റമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് എടുത്തത്. പിന്നെ നേരെ വെജിറ്റബിൾ വാങ്ങിക്കാൻ പോയി. അങ്ങനെ കുറേശ്ശെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ബഹ്റൈൻ്റെ എഗ്ഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്കൊരു അമളി പറ്റി, സൗദീൻ്റെതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പുഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും റബ്ബർ പോലെ ഇരിക്കണ്. അപ്പോൾ ഇപ്രാവശ്യം ബഹ്റൈൻ്റെ തന്നെ നോക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബില്ലൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ പോവാണ്. അപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ അടുത്ത് തന്നെ ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ബർഗറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വണ്ടിയിൽ നിന്ന് കഴിക്കാം, അതാവുമ്പോൾ സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ എന്ന്. പിന്നെ 2 കട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ആയിട്ട് നമ്മൾ വണ്ടിയിൽ പോവാമെന്ന് പറഞ്ഞ് അപ്പോൾ വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി തുറന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ ബർഗറിൽ ഞാൻ കുക്കുംബറും ചീസൊന്നും വെക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ ഇനി കഴിച്ച് കഴിയുമ്പോൾ ഇനി അതതിനകത്ത് ആ ചേട്ടനെങ്ങാനും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് തുറന്ന് നോക്കാമെന്ന്, സമാധാനമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇല്ല കേട്ടോ. ഞാൻ നല്ലപോലെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഇനി ഒന്ന് കഴിച്ച് നോക്കട്ടെ. കഴിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് പുളിപ്പ് കൂടുതലായിട്ട് തോന്നി. പിന്നെ ഒരാളിവിടെ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കട്ടനൊക്കെ കുടിച്ച് നമ്മൾ അവിടുന്ന് വിട്ടു കേട്ടോ. പിന്നെ അവിടുന്ന് പോയി ഇപ്പം നമ്മൾ സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ആ ഐസിനെ പൊട്ടിച്ച് കഴിക്കാമെന്ന്. വീട്ടിലെത്തുമ്പോഴത്തേക്ക് അലിഞ്ഞു പോയാലോ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അവിടുന്ന് പോയി. പിന്നെ ഈ ഒരു പള്ളി ഞാൻ എപ്പോൾ പോകുമ്പോഴും വീഡിയോസ് എടുക്കും കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് പറയേണ്ടത് നീ ഇത് ഒരുപാട് തവണ വീഡിയോ എടുത്താലേന്ന്. പിന്നെ എന്തായാലും എനിക്ക് അറിയില്ല, ഇതിൻ്റെ അവിടെ എത്തുമ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണം. പിന്നെ ഇത് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. കാരണം എൻ്റെ പേര് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണില്ല, നമ്മൾ സ്പീഡ് പോകണോണ്ട്. പിന്നെ ഒരിക്കൽ പറയാം. അപ്പോൾ നമ്മൾ വീടെത്താറായിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.